ലോകം ഉറ്റുനോക്കുന്ന ഏറ്റവും ഭയാനകമായ ഒരു യുദ്ധ സാഹചര്യത്തിലൂടെയാണ് പശ്ചിമേഷ്യ ഇപ്പോൾ കടന്നുപോകുന്നത്. ഇസ്രയേലും അമേരിക്കയും ഒരു വശത്തും ഇറാൻ മറുവശത്തുമായി നിൽക്കുന്ന ഈ പോരാട്ടം വെറുമൊരു പ്രാദേശിക തർക്കമല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവിലയിലുണ്ടായ വൻ കുതിച്ചുചാട്ടം. യുക്രൈൻ അധിനിവേശത്തിന് ശേഷം ലോകം കണ്ടിട്ടില്ലാത്ത വിധം ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിൽ എത്തിയതോടെ ആഗോള സമ്പദ് വ്യവസ്ഥ തന്നെ വലിയൊരു പ്രതിസന്ധിയിലൂടെ വക്കിലാണിപ്പോൾ. കേവലം ബോംബുകളും മിസൈലുകളും മാത്രമല്ല, ബ്ലാക്ക് ഗോൾഡ് എന്നറിയപ്പെടുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഈ യുദ്ധത്തിൽ വലിയൊരു ആയുധമായി മാറിയിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗത തടസ്സവും പ്രധാന ഉൽപ്പാദന കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ലോകത്തെ വിറപ്പിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷം മുറുകുന്നതോടെ ലോകത്തെ ഏറ്റവും നിർണായകമായ കപ്പൽ പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്ക് ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുന്നു. ലോകത്ത് പ്രതിദിനം ഉപയോഗിക്കുന്ന എണ്ണയുടെ 1/5 കടന്നു പോകുന്നത് ഇറാൻ തീരത്തിനടുത്തുള്ള ഈ ഇടുങ്ങിയ കപ്പൽ പാതയിലൂടെയാണ്. ഇറാൻ തങ്ങളുടെ സൈനിക കരുത്ത് ഉപയോഗിച്ച് ഈ പാത തടസ്സപ്പെടുത്തിയതോടെ ആഗോള എണ്ണ വിതരണ ശൃംഖല പൂർണ്ണമായും താറുമാറായി. യുദ്ധം തുടങ്ങിയതോടെ ടാങ്കറുകൾ ഈ വഴിയിലൂടെ സഞ്ചരിക്കാൻ മടിക്കുന്നത് എണ്ണ ലഭ്യതയെ സാരമായി ബാധിച്ചു. അമേരിക്കൻ ബെഞ്ച്മാർക്കായ വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് 19% വർദ്ധിച്ച് $108 ആഗോള ബെഞ്ച്മാർക്കായ ബ്രെന്റ് ക്രൂഡ് $114 മുകളിലേക്ക് കുതിച്ചു. ഈ വിലക്കയറ്റം വരും ദിവസങ്ങളിൽ $150 വരെ എത്തിയേക്കാമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ കണക്കുകൂട്ടൽ. യുദ്ധത്തിന്റെ 2ാം ഘട്ടത്തിൽ എണ്ണ ശുദ്ധീകരണ ശാലകളെയും സംഭരണ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടിട്ടുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി. ടെഹ്റാനിലെ പ്രധാന എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേലും അമേരിക്കയും നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രയേലിലെ ഹൈഫയിലുള്ള ബസാൻ എണ്ണ ശുദ്ധീകരണ ശാലയ്ക്ക് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചു. ഖൈബർ ഷെഖാൻ മിസൈലുകൾ ഉപയോഗിച്ച് നടത്തിയ ഈ ആക്രമണം പ്രതിരോധിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞില്ല എന്നത് മേഖലയിലെ യുദ്ധം എത്രത്തോളം മാരകമാണെന്ന് തെളിയിക്കുന്നു. ഇത്തരത്തിൽ എണ്ണ ഉൽപ്പാദക കേന്ദ്രങ്ങൾ നേരിട്ട് ആക്രമിക്കപ്പെടുമ്പോൾ അത് വിപണിയിൽ വലിയൊരു ശൂന്യത സൃഷ്ടിക്കുന്നു. ഇറാന്റെ ആണവ ഭീഷണിയെ ചെറുക്കാൻ നൽകേണ്ട ചെറിയ വിലയാണ് ഈ എണ്ണവില വർധനമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന വരാനിരിക്കുന്ന കടുത്ത നടപടികളുടെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഒപെക് രാഷ്ട്രങ്ങളുടെ നിലപാടുകളും ഈ പ്രതിസന്ധിയെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. ലോകത്തെ 2ാമത്തെ വലിയ എണ്ണ ഉൽപ്പാദകരായ ഇറാഖിൽ നിന്നുള്ള ഉൽപ്പാദനം 70% ഇടിഞ്ഞു. യുദ്ധത്തിന് മുമ്പ് പ്രതിദിനം 4.3 ദശലക്ഷം ബാരലുകൾ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഇറാഖിലെ പ്രധാന എണ്ണപ്പാടങ്ങളിൽ ഇപ്പോൾ ഉൽപ്പാദനം 1.3 ദശലക്ഷമായി കുറഞ്ഞിരിക്കുന്നു. 5ാമത്തെ വലിയ ഉൽപ്പാദകരായ കുവൈറ്റും തങ്ങളുടെ ഉൽപ്പാദനത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ യാത്ര അപകടത്തിലായതാണ് കുവൈറ്റിനെ ഇത്തരം മുൻകരുതൽ നടപടികളിലേക്ക് നയിച്ചത്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും തങ്ങളുടെ ഓഫ് ഷോർ ഉൽപ്പാദനത്തിൽ ജാഗ്രത പാലിക്കുകയാണ്. ഈ രാജ്യങ്ങളെല്ലാം ഉൽപ്പാദനം കുറയ്ക്കുന്നത് വിപണിയിൽ എണ്ണയുടെ ക്ഷാമം രൂക്ഷമാക്കാനും അതുവഴി വില ഇനിയും ഉയരാനും കാരണമാകും. എണ്ണവിലയിലെ ഈ കുതിച്ചുചാട്ടം ലോകമെമ്പാടുമുള്ള ഓഹരി വിപണികളിൽ വലിയ തകർച്ചയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏഷ്യ പസഫിക് മേഖലയിലെ നിക്ഷേപകർ വലിയ ആശങ്കയിലാണ്. ജപ്പാനിലെ നിക്കി സൂചിക 7% ഇടിഞ്ഞപ്പോൾ ദക്ഷിണ കൊറിയയിലെ കോസ്പി വിപണി 8% തകർന്നതിനെ തുടർന്ന് വ്യാപാരം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. എണ്ണയുടെ വില കൂടുന്നത് വ്യവസായങ്ങളുടെ ചെലവ് വർദ്ധിപ്പിക്കുകയും അത് ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്യും. വിമാന ഇന്ധനത്തിന്റെ വില വർദ്ധിക്കുന്നത് യാത്രാ ചെലവ് കൂട്ടുന്നതിനോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ വളം നിർമ്മാണത്തെയും ഗതാഗതത്തെയും ബാധിക്കുന്നത് വഴി നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും കുതിച്ചുയരും. ഇന്ത്യയെ പോലെയുള്ള വലിയ ഇറക്കുമതി രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് രൂപയുടെ മൂല്യത്തകർച്ചയ്ക്കും സാമ്പത്തിക മാന്ദ്യത്തിനും വഴിവെച്ചേക്കാം. ഇറാനിൽ പുതിയ പരമോന്നത നേതാവായി മുജ്തബ ഖമേനി അധികാരമേറ്റത് യുദ്ധത്തിന്റെ ഗതി എങ്ങോട്ടായിരിക്കും എന്നതിനെക്കുറിച്ച് പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. പിതാവ് അലി ഖമേനിയുടെ വധത്തിന് ശേഷം അധികാരത്തിലെത്തിയ അദ്ദേഹം അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ കർശനമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. തങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ എണ്ണയെ ഒരു ആയുധമാക്കി ഉപയോഗിക്കുന്നത് ഇറാൻ പ്രഖ്യാപിച്ചത് ലോകത്തിന് വലിയൊരു മുന്നറിയിപ്പാണ്. വരും ദിവസങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രങ്ങളെ കൂടി ലക്ഷ്യം വെക്കാൻ സാധ്യതയുണ്ടെന്ന സൈനിക വൃത്തങ്ങളുടെ സൂചന ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കും. പ്രകൃതിവാതകത്തിന്റെ വിലയും ഉയർന്നു തുടങ്ങിയിരിക്കുന്നതിനാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഗ്യാസ് ഉപഭോഗത്തിൽ നിയന്ത്രണങ്ങൾ ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഉടൻ ഒരു സമാധാന ചർച്ചകൾക്കും സാധ്യത കാണുന്നില്ല എന്നത് ഭീതിജനകമാണ്. അമേരിക്കൻ പ്രതിനിധികൾ ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗതം ഉടൻ പുനഃസ്ഥാപിക്കുമെന്ന് പ്രത്യാശിക്കുന്നുണ്ടെങ്കിലും നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ടാങ്കറുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാത്തതും സുരക്ഷാ ഭീഷണിയും കപ്പൽ കമ്പനികളെ പിന്നോട്ട് വലിക്കുകയാണ്. ഊർജ്ജ വിപണിയിലെ ഈ അസ്ഥിരത ഓരോ സാധാരണക്കാരൻ്റെയും പോക്കറ്റിനെ ബാധിക്കുന്ന ഒന്നാണ്. സമാധാനപരമായ ചർച്ചകളിലൂടെ മാത്രമേ ഈ ആഗോള പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയൂ.
അല്ലാത്ത പക്ഷം $100 നിൽക്കുന്ന എണ്ണവില പശ്ചിമേഷ്യയിലെ ഓരോ മിസൈൽ ആക്രമണത്തിനൊപ്പവും പുതിയ ഉയരങ്ങൾ കീഴടക്കി ലോകത്തെ വലിയൊരു സാമ്പത്തിക തകർച്ചയിലേക്ക് നയിക്കുമെന്ന് ഉറപ്പാണ്. ഈ പ്രതിസന്ധി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഫോസിൽ ഇന്ധനങ്ങളെ അമിതമായി ആശ്രയിക്കുന്നതിൻ്റെ അപകടത്തെക്കുറിച്ചാണ്. ഒരു പ്രദേശത്തുണ്ടാകുന്ന സംഘർഷം ലോകത്തിൻ്റെ മുഴുവൻ ചലനങ്ങളെയും നിശ്ചലമാക്കാൻ കെൽപ്പുള്ള ഒന്നായി ഊർജ്ജ മേഖല മാറിയിരിക്കുന്നു. പശ്ചിമേഷ്യയിൽ വീഴുന്ന ഓരോ ബോംബും ലോകത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് മേൽ വീഴുന്ന പ്രഹരമാണ്. അതുകൊണ്ട് തന്നെ വരും ആഴ്ചകൾ ആഗോള വിപണിക്കും രാഷ്ട്രീയത്തിനും നിർണായകമാണ്. യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കുകയും വിതരണ ശൃംഖലകൾ പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് ആഗോള വിപണിക്ക് നൽകാൻ കഴിയുന്ന ഏക ആശ്വാസം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.